സൗബാൻ റളിയല്ലാഹു അൻഹു റസൂലിന്റെ ഖാദിമാണ്, സൗബാനുർ റസൂൽ എന്നാണ് അറിയപ്പെടുക. റസൂലിന്റെ കൂടെ ഉണ്ടായിരുന്ന സഹാബിയാണ്. സഹാബി പറയാണ്, നമ്മളിങ്ങനെ ഒന്നിച്ചിരിക്കുന്ന സമയം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞു, ലഅഅലമന്ന അഖ്വാമൻ മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു വിഭാഗം ആൾക്കാരെ സംബന്ധിച്ച് എനിക്ക് ഇൽമു കിട്ടിയിട്ടുണ്ട്. അവരെന്താണ്? നാളെ ആഖിറത്തിൽ അവർ വരുന്നത് യഅ്തൂന യൗമൽ ഖിയാമത്തി ബിഹസനാതി അംസാലി ജിബാലി തിഹാമത ബീള, തിഹാമ പർവ്വതത്തോളം അമലുകളുമായിട്ടാണ് ആഖിറത്തിലേക്ക് അവർ വരിക. തിഹാമ പർവ്വതം രണ്ട് രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്ന്, അതൊരു വലിയ പർവ്വതം, അല്ലെങ്കിൽ കുറെ പർവ്വതങ്ങൾ അടങ്ങിയ ഒരു പ്രദേശം. അപ്പൊ ആ തിഹാമ പർവ്വതത്തോളം അമലുകളുമായിട്ട് വരും, വലിയ പ്രതീക്ഷയിലും ആശയിലും. ഇതൊക്കെ അല്ലാഹുവിന്റെ മുമ്പിൽ സമർപ്പിച്ച് പകരം സ്വർഗം നേടിയെടുക്കണമെന്ന ആഗ്രഹം കൊണ്ടാണ് ആ അടിമ വരിക. പക്ഷെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫയജഅലുഹു അല്ലാഹു ഹബാഅൻ മൻസൂറ, അവൻ കൊണ്ടുവന്ന അമലുകൾ അള്ളാഹു കാറ്റിൽ പറത്തി കളയും, ഒന്നും സ്വീകരിക്കൂല. ഒരു സുബ്ഹാനല്ലാഹ് പോലും അവനിൽ നിന്ന് അള്ളാഹു സ്വീകരിക്കൂല. ഇത് കേട്ടപ്പോൾ സഹാബാക്കൾ ചോദിച്ചു, മൻഹും യാ റസൂലല്ലാഹ് സിഫ്ഹും ലനാ വജല്ലിഹിം. സ്വാഭാവികമായിട്ട് സഹാബത്തിന്റെ സംശയം, ഇത്രയും നിർഭാഗ്യവാന്മാരാരാണ്? ദുനിയാവിൽ ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇതൊന്നും ആഖിറത്തിൽ ഉപകാരപ്പെടാത്തവർ. സഹാബത്ത് ചോദിച്ചെന്താണെന്നറിയോ? അല്ലാ നകൂന മിൻഹും വനഹ്നു ലാ നഅലം, നമ്മൾ അറിയാതെ അക്കൂട്ടത്തിൽ പെട്ടുപോകാതിരിക്കാൻ അല്ലാഹു റസൂൽ ഒന്ന് വിശദീകരിച്ച് ആരാണ് അവർ? റസൂൽ പറഞ്ഞു, ഇന്നഹും മിൻ ഇഖ്വാനിക്കും വമിൻ ജിൽദതിക്കും, അവർ നിങ്ങളുടെ സഹോദരന്മാരാണ്, നിങ്ങളിൽ ഒരാളായിട്ട് അറിയപ്പെടുന്നവരാണ്. സഹാബത്തിന്റെ പേടി വീണ്ടും കൂടി. പിന്നെ റസൂൽ പറഞ്ഞു, യഖുദൂന മിനൽ ലൈലി കമാ തഖുദൂൻ, നിങ്ങളൊക്കെ രാത്രി നിസ്കരിക്കുമ്പോൾ നിങ്ങളുടെ കൂടെ രാത്രി തഹജ്ജുദ് നിസ്കരിക്കാൻ അവരുണ്ട്. എല്ലാ ഖൈറിലും മുൻപന്തിയിൽ അവരുണ്ട്. നാട്ടിൽ എല്ലാ നന്മയിലും മുൻപിൽ അവരുണ്ടാവും. നാട്ടിലൊക്കെ നല്ലവരായിട്ട് അറിയപ്പെടുന്നവർ. പക്ഷെ വലാകിന്നഹും അഖ്വാമുൻ, പക്ഷെ അവർക്കൊരു പ്രശ്നമുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഖലൗ ബിമഹാരിമില്ലാഹി ഇൻതഹഖൂഹ, അവർ അവരുടേതായ സ്വകാര്യ ജീവിതത്തിൽ ഒറ്റപ്പെടുന്ന സമയം, തങ്ങളുടെ രഹസ്യ ജീവിതത്തിൽ സ്വകാര്യ ജീവിതത്തിൽ ഹറാമുകൾ സൂക്ഷിക്കാത്തവരാണ് അവർ, ഹറാമുകൾ ചെയ്യുന്നവരാണ് അവർ. ആലോചിച്ച് നോക്കിയേ, അവിടെ നമ്മുടെ തഖ്വ അളക്കപ്പെടുക. ഈ ആയത്തും ഈ ഹദീത്തും രണ്ടും ബന്ധമുണ്ട്. ഹദീത്തിൽ എന്താ റസൂൽ പറഞ്ഞ? അവന്റെ തഖ്വ അളക്കപ്പെടുന്ന അവന്റെ രഹസ്യ ജീവിതത്തിലാണ്, സ്വകാര്യ ജീവിതത്തിലാണ്. അവിടെ ഹറാമുകൾ ചെയ്യും, സമൂഹ മധ്യത്തിൽ നന്മകളിൽ മുൻപന്തിയിലായിരിക്കും. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നും സ്വീകരിക്കൂല നാളെ ആഖിറത്തിൽ.